you excited to see the snow? ഹലോ എവ്രി വൺ, വെൽക്കം ടു ട്രയോ ടേൽസ്. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ 4th ഡേ ഓഫ് ദ ട്രിപ്പാണ്. ഞങ്ങളിപ്പോൾ കശ്മീരെത്തി. ശ്രീനഗറിൽ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ അന്ന് സോനാമർഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോനാമർഗാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം ഞങ്ങളുടെ ഈ ഹോൾ കശ്മീർ ട്രിപ്പ് ഞങ്ങൾക്ക് മിക്ത ട്രാവൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാവൽസാണ് ചെയ്തു തന്നെ. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണ്. എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽസ് ഒക്കെ വരികയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സോൻമർഗിൽ പോവല്ലേ? എക്സൈറ്റഡ് ആണോ? നമ്മുടെ തലവിധി ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത്. എല്ലായിടത്തും ഭയങ്കര സ്നോഫോളും ഐസൊക്കെ ഉണ്ടെന്നാണ് മിസ്റ്റർ സമീർ പറയുന്നത്. സമീർ ഭായ്. അപ്പോൾ എക്സൈറ്റ്മെന്റ് ഇതല്ലേ? അച്ഛാ അച്ഛാ അച്ഛാ, ഇവിടെയാണ് സമീർ ഭായിയുടെ വീട്. സമീർ ഭായ് ഹായ് ബോലോ. അപ്പൊ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഓക്കെ, നമ്മളെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് അതിന് വേണ്ടിയിട്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? റെഡിയാന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഇനി അപ്പോൾ അവിടുത്തെ ബ്യൂട്ടി ഒക്കെ ഞങ്ങൾ കാണിച്ചു തരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമ്മളിവിടുത്തെ നദി കാണാൻ വന്നേക്കാല്ലേ? സോ ബ്യൂട്ടിഫുൾ. ഓ, എന്ത് ഫ്രഷ് വാട്ടർ അല്ലേ ഇത്? ഇത് ചെയ്യാൻ പറ്റിയ സ്ഥലം കാതിച്ചരൻ. വെരി ബ്യൂട്ടിഫുൾ. നല്ല ഫ്രഷ് വാട്ടർ അല്ലേ? ഇത് സിന്ധ് റിവർ ആണ്, സിന്ധ് റിവർ. അതെ. എന്താ പറയുക, ഈ ഒരു ഡ്രൈവ് കുറച്ച് ലോങ് ആയിരുന്നെങ്കിലും അത്ര മനോഹരമായൊരു ഡ്രൈവായിരുന്നു. അത്ര ഭംഗിയായിരുന്നു പ്രകൃതി കാണാനായിട്ട്. പിന്നെ സ്നോവും മറ്റത്തുനിന്ന് കാണാൻ തുടങ്ങി. സോൻമർഗിലെത്തി. അല്ല, സോനാമർഗ് അല്ലേ? സോനാമർഗിലെത്തി. അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു ലോക്കൽ റൈഡ് എടുത്തിട്ട് മുകളിൽ 0 പോയിന്റ് വരെയൊക്കെ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ വണ്ടി നമ്മൾ എടുക്കണം, നമ്മളല്ലാത്തത്. അപ്പോൾ നമ്മളെ തൻവീർ ഭായി ഹമേ ലേക്കെ ജാരേ ഹായ് പോലോ. ഹായ്. സോ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂസ് ഒക്കെ കാണിച്ചു തരാം എങ്ങനെയുണ്ട് അല്ലേ? എക്സൈറ്റഡ് ആണോ കാണാൻ? സ്നോ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കിസ്മത്ത് പടി അച്ചി. സ്നോ കാണാൻ പറ്റുന്നതാണ് പറയുന്നത് എല്ലാവരും. പിന്നെ എന്താ വെച്ചാൽ ഇവിടേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം പൈസ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. പിന്നെ ഇവർക്ക് സ്കാൻ ആൻഡ് പേ എന്നുള്ള ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ പെടും. കാരണം എല്ലാ കാര്യത്തിനും അത്യാവശ്യം പൈസ ആകും. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പൈസ ഓക്കെ. ഞങ്ങളെ ത്രൂ ഔട്ട് ഈ സോങ് പാട്ട് ജമ്മു തൊട്ട് തുടങ്ങി ഒറ്റപ്പാട്
എന്തെങ്കിലും പറയാനുണ്ട്? അടിപൊളി സന്തോഷമാണ് ഞാൻ. അടിപൊളി സന്തോഷമാണ് ഞാൻ. താങ്ക് യു. എന്താ പറഞ്ഞു? എൻജോയ് ചെയ്യാൻ ഇന്ന് ഐസ് വീഴുണ്ട്. റീവൻസി വോളിയം പ്ലീസ്. ഞാൻ എന്റെ ഫുൾ ആള് കുറച്ച് ഐസ് ഉണ്ട് അവിടെ. ഐസ് ഇവിടെ കാണില്ല. ഞങ്ങൾ ജോർജിയയിൽ പോയപ്പോഴും ഇങ്ങനെ ഫാറായിട്ട് ഐസ് കാണാൻ പറ്റുക. ഇപ്പൊ ഞങ്ങൾക്ക് ഐസ് കാണാൻ പറ്റുന്നവർ പറഞ്ഞ സ്നോ ചിലപ്പോൾ പെയ്യും. സോ വി ആർ സോ എക്സൈറ്റഡ്. ഇതിൻ്റെ ഏറ്റത്താണ് ശിവ് മന്ദിർ ഉള്ളത്. അപ്പോൾ അവിടെ ആൾക്കാർ ഇതിനു വേണ്ടി പോകും. എന്താ പൂജയല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകും. ഞങ്ങളിപ്പോൾ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കാണ്. അപ്പോൾ അവര് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ അതുവരെ ഞങ്ങളോട് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അവിടെ ഒരു ക്രെയിൻ കണ്ടോ പോകുന്നത് കാണുന്നില്ല ശരിക്കും. എന്നാലും അവിടെ അത് അവർ ആ ലോറിയൊക്കെ വെച്ച് ലാൻഡ് സ്ലൈഡ് മൊത്തം ക്ലിയർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ഞങ്ങളിവിടെ സ്റ്റക്കാണ്. ഓക്കെ, ഈ കാണുന്ന റോഡൊക്കെ മാഗ്നറ്റ് ഇട്ടിട്ടാണ് പണിതേക്കുന്നത്. കാരണം വണ്ടിയുടെ താഴെ നിന്ന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ പതുക്കെ ഓടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ മാഗ്നറ്റിക് റോഡാണ്. അല്ല, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. തൻവീർ ഭായി ഇतने रिस्की रोड पे हमें लेके जा रहे हो. ये तनु भी बोल सकते हो, तनु भी बुला सकते हो शॉर्ट नेम पे. ഇതിനെയാണ് 0 പോയിന്റ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. ഞങ്ങളങ്ങനെ 0 പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ATV റൈഡ്, അതൊക്കെ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖത്തുനിന്ന് തന്നെ അത് മനസ്സിലാവുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. Snowfall. മുടിയുമൊക്കെ snowfall. Excited ആണോ? ചേച്ചി ഓക്കെ. कोई ज्यादा नहीं पता, 40 नंबर 4 बता. ATV राइड है ये. हमारा साहिब है ना, उसका नाम साहिब भाई मुझे लेके जा रहे हो. और എൻ്റെ അനീതിമാർ അപ്പുറത്തെ ATVസിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫുൾ സ്നോ ആണ്. ഇറ്റ്സ് വെരി കോൾഡ്. ഇതിന് 0 പോയിന്റ് എന്നാണ് പറയണേ. ഇതിപ്പോൾ എന്തായാലും വന്നോളും. ഭയങ്കര നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ കുറച്ച് ചോദിക്കാൻ നോക്കുക. അവർ ആദ്യം തന്നെ വലിയ പൈസ പറയും. അപ്പോൾ മലയാളമൊക്കെ അറിയാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, കണ്ടോ സോ ബ്യൂട്ടിഫുൾ. मजा आएगा. റേവണിച്ചിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് വീഡിയോ. റേവണിച്ചിൻ്റെ പൊക്കോ വീഡിയോഗ്രാഫർ.
ഞങ്ങളുടെ മോഡലാണ്. മോഡൽ ദ വീഡിയോഗ്രാഫർ. ഇത് വിറയ്ക്കുന്ന റീച്ചിൽ ആൾക്കാർ വരെയുണ്ട് ഇവിടെ. 3 പേരാണ് ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാനും പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കിയിട്ട് വരാം. വീഡിയോഗ്രാഫറാണ് ചേട്ടാ, ഭയങ്കര പ്രൊഫഷണലാണ്. ഞങ്ങളൊക്കെ സെയിൽസ് ഭയങ്കരമായിരുന്നു. ആള് പൈസ ഒക്കെ കുറച്ച് തന്നു അവസാനം. ചേച്ചി വൻ പോസിങ്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. വീണോട് അത് വീണെന്ന് കിട്ടണമായിരുന്നു. ഒരു അന്തങ്ങൊന്നും ഇല്ലാണ്ട് ഹൈസിൽ നടക്കണേ. ചിരിക്കണോ കരയണോ ചിരിക്കണോ നിക്കണോ എന്നറിയാത്ത ഹൈസ്. വീഴണ്ടോ വെള്ളത്തേക്ക്. ഡാൻസ് ഭയങ്കര ഫോട്ടോഗ്രാഫി. വീഴാണ്ട് നോക്കി. Будет здорово видео. Okay, done. Loba extra. ദൂരത്തുതേ വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കൈ വിറക്കുന്നു. ചേച്ചി ദേ ഇറങ്ങി വരുന്നു. അയ്യാ നമുക്കൊക്കെ ഫോട്ടോ എടുക്കാമല്ലോ ഇവിടെ വീഡിയോ. आप सबके साथ एक सेल्फी ले लो. हम लोग ഈ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. ഞങ്ങൾക്ക് മിക്ത ട്രാവൽസ് ഞങ്ങൾക്ക് കശ്മീരിലുള്ള എല്ലാ സ്ഥലത്തെയും സ്റ്റേ ഏർപ്പാട് ചെയ്തു, ഗൈഡിനെ ഏർപ്പാട് ചെയ്തു, അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളതിനും ഏർപ്പാട് ചെയ്തു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ലോക്കൽ റൈഡൊക്കെ എടുത്ത് വേറെ പോയിന്റുകളിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എത്രയും ബാർഗെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് അത്രയും കുറഞ്ഞു കിട്ടും. പക്ഷേ ഇത് വാസ് വർത്തായിരുന്നു. ഞങ്ങൾ ഒരുപാട് നാൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഇത്. എവിടെ നോക്കാലും ഭയങ്കര ഭംഗി. ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ കഴിക്കാൻ പോണേ. ഹായ്. മാഗി കഴിക്കേ. ഒന്ന് ഊതിയേ. ഓ പുക. കശ്മീരി വന്നിട്ട് നമുക്ക് മാഗി കഴിക്കാണ്ട് പോകാൻ പറ്റില്ല അല്ലേ. സോ ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇവിടെ തണുക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കുക. ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ അവർ വെച്ചിട്ടുണ്ട് സെറ്റപ്പ്. ഗർമ ഗരം മാഗി ഹേ. മാഗി കഴിച്ചിട്ട് പറയൂ. ഇവിടെ വന്ന ഹിന്ദി മാത്രം സംസാരിക്കൂല്ലേ. കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ആണോ? എങ്ങനെയുണ്ട്? ഓക്കെ. കാശ്മീരി ബ്രേക്കപ്പ് സോങ്. बिल्कुल नाचना है इसको. मुझे लगता है सब ब्रेकअप होके बहुत खुश हो गया. ये वेलकम टू लेह लद्दाख का बोर्ड हुआ है. यहाँ पे इंडिया गेट बन रहा है. ഓ ഇവിടെ ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാവ്. വൈ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഇതുണ്ടാവും. അതെന്താ ഇവിടെ ഇന്ത്യ ഗേറ്റ്?
ബാബ മെമ്മോറിയൽ. ഓടിക്കോ, ജൽദി 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 ജൽദി. हाँ 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 हमको फूज यहाँ से आते हैं, इस टाइम पूरा जंगल जैसे मैदान है ना, ग्राउंड है. വന്നത് അജി ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് യുദ്ധം നടന്നത്. അവിടെയുള്ള ആ ഗ്രൗണ്ടിൽ, ആ ഗ്രൗണ്ട് കൂടി കാണിച്ചോ. ഇത്ര കുഞ്ഞറ ഗ്രൗണ്ടില്ല. അത് കുറേ ഉണ്ടാവും അവിടെ നിൽക്കുന്നു. എന്താന്ന് കേട്ടില്ല. ആ പണി നടക്കണോണ്ട് സോൾജേഴ്സ് എൻ്റർ ചെയ്യാൻ സമ്മതിക്കില്ല. क्या था क्या आगे वो मंदिर लगा है. तो इसके लिए मेमोरियल बना है. ഇതതിന്റെ മെമ്മോറിയൽ, ഏ ഇതിന്റെ മെമ്മോറിയൽ. അന്നത്തെ യുദ്ധത്തിന്റെ उधर कट चलो. चलो एक बार साथ में खड़े हो. हाँ साथ. റെയിൻബോ കാണാം. ഫോട്ടോ എടുക്കണായിരുന്നു. ഓക്കെ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പം ഈ പോകുന്ന യാത്രയും വളരെ ഭംഗിയായിരുന്നു. ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ അതേ ഭംഗി തന്നെ തിരിച്ചു പോകുമ്പോഴുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിങ് ആയിരുന്നു. ഞങ്ങളിതിന് മുമ്പ് ഒരു ട്രാവൽ ജോർജിയയിൽ പോയപ്പോൾ സ്നോ കണ്ടെങ്കിലും ഞങ്ങൾക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് സ്നോ കിട്ടി, സ്നോയിൽ കളിക്കാൻ പറ്റി, സ്നോഫോൾ കിട്ടി, റെയിൻബോ മൗണ്ടൻസ്മേ ടച്ച് ചെയ്യുന്നത് കാഴ്ച കണ്ടു. അപ്പോൾ ഇതൊരുപാട് നാൾ നിൽക്കുന്ന ഒരുപാട് മെമ്മറീസ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോസ്, ഈ വ്ളോഗ് ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ ഒരുപാട് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹായ്, അങ്ങനെ ഞങ്ങളുടെ ഡേ 1 ഇൻ കശ്മീർ നല്ല സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഡേ സോനാമർഗിലായിരുന്നു. ഭയങ്കര, ഞങ്ങൾ ഇതുവരെ ഇല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ സ്നോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജോർജിയ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അറ്റത്തന്നെ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കത് ഫീൽ ചെയ്യാനോ സ്നോയിലകത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. ഇതുവരെ എന്നിട്ട് പറയുക സോനാമർഗിൽ സ്നോവും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ എന്തുകൊണ്ടോ അവർക്ക് കശ്മീർ സന്തോഷമായി തോന്നുന്നു. ഇന്നലെ തൊട്ട് ഭയങ്കര സ്നോഫോളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്നോ കിട്ടി, സ്നോയിൽ കളിക്കാൻ പറ്റി. അതൊക്കെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. പിന്നെ വോയിസൊക്കെ പോയി, കാരണം അവിടുത്തെ തണുപ്പൊക്കെ കൊണ്ടിട്ട് വോയിസൊക്കെ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുള്ളത് സോനാമർഗ്? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എന്തായാലും കുറെ നാളുണ്ടാവും മനസ്സിൽ. അതെ, വെരി മെമ്മറബിൾ ആയിരുന്നു. അത് എപ്പോഴും ഇതുണ്ടാവും. കാരണം ആദ്യത്തെ സ്നോഫോൾ വരെ ഞങ്ങൾ കണ്ടു. എന്നുവെച്ചാൽ ഭയങ്കര ഹെവി സ്നോഫോൾ അല്ല, ചെറിയ, അത് നമ്മുടെ മുടിയുമ വീഴുമ്പോൾ ശരിക്കും നമ്മൾ സ്നോ ഫ്ലേക്സിന്റെ അതിന്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല തോന്നുന്നു. പക്ഷെ ശരിക്കും നമ്മൾ സ്നോ ഫ്ലേക്കിന്റെ ഷേപ്പ് ചെറുത് ഇങ്ങനെ മുടിയുമൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങൾ സോനാമർഗ് ഞങ്ങളുടെ പോലെ വീഡിയോ കണ്ട് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണുന്നവരേക്കും ബൈ. ഹലോ, അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഒരു മിനി വ്ളോഗാണ്. അതായത് ഞങ്ങൾ കശ്മീരിൽ പോയി അതേ സമയത്ത് പപ്പയമ്മ ഓൾറെഡി ഡൽഹിയിൽ തന്നെ സ്റ്റേ ചെയ്യായിരുന്നു. അപ്പം അവിടെ ഞങ്ങൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ അവർ പോയി കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഞങ്ങൾ കശ്മീരിലുള്ളപ്പോൾ അവർ ഷെയർ ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊരു ബോണസ് ഫുട്ടേജാണിത്. അവർ കുത്തബ് മിനാർ കണ്ടു, റെഡ് ഫോർട്ട് കണ്ടു, പിന്നെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ കണ്ടു, പിന്നെ ലോട്ടസ് ടെമ്പിൾ കണ്ടു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവരും കണ്ടിരുന്നു.
അപ്പോൾ വൺസ് അഗെയിൻ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. എനിവേസ് അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.